എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സൺറൈസ് കഫേയിലേക്ക്. ഇന്നത്തെ സൺറൈസ് കഫേയിൽ വളരെ 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 പ്രധാനപ്പെട്ട, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാവരും വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഇന്നത്തെ സൺറൈസ് കഫേയിൽ എന്നോടൊപ്പം ഉള്ളത്. മലയാളത്തിൻ്റെ സകല കലാവല്ലഭൻ പറയണ്ടല്ലോ, മനസ്സിലായല്ലോ, അത് തന്നെ ദിലീപേട്ടൻ. ദിലീപേട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം സൺറൈസ് കഫേയിൽ എത്തിയിരിക്കുന്നത്. ദിലീപേട്ടാ സ്വാഗതം. നമസ്കാരം. ദിലീപേട്ടാ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സകല കലാവല്ലഭനാണ് ദിലീപേട്ടൻ. കാരണം സകലകലാവല്ലഭൻ എല്ലാ കലകളിലും വല്ലഭനാവണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒന്നും ആയിട്ടില്ല. അല്ല, നമ്മള് എല്ലാത്തിലും ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എല്ലാം പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു അങ്ങനെ പറയണോ എന്നാണ് ഇപ്പൊ ചോദിച്ചത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, ദിലീപേട്ടൻ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ഇത്രയും നാളും സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു നടൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലെല്ലാവരുടെയും മനസ്സിൽ കാണുന്ന ഒരു ഇതുണ്ട്. 2 ഡയലോഗ് പറയുക, ഇടിക്കുക, അടിക്കുക, ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഏതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിക്കൂനൻ, പിന്നെ അതുപോലെ തന്നെ ചാന്തുപൊട്ടിലെ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ, മായാമോഹിനി, സൗണ്ട് തോമ, ഇതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സകല കലാവല്ലഭൻ എന്നുള്ളത് പറഞ്ഞത്. കാരണം ഒരു ആക്ടറുടെ ഒരു ചട്ടക്കൂടി നിന്നൊക്കെ മാറി ഇങ്ങനെയും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ദിലീപേട്ടൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് നമ്മുടെ മുകേഷ് സിനിമ എന്നൊക്കെ ഉള്ളൊരു ദിലീപേട്ടൻ ഉണ്ടല്ലോ, ആ ദിലീപേട്ടൻ ഇപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ദിലീപേട്ടൻ്റെ ഒരു ഓരോരോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇടയ്ക്ക് പല പല നല്ല നല്ല കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് ഇപ്പോൾ ജോസൂട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ജോസൂട്ടിയുടെ കുറേ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കും. ജോസൂട്ടിക്ക് വേറെ കെട്ടുകാഴ്ചകളോ മേക്കപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷേ വളരെ സത്യസന്ധനായ, പാവം, നർമ്മ രസങ്ങളുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് ഈ ജോസൂട്ടി. ജോസൂട്ടിക്കെല്ലാം അപ്പനാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൻ അതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മയോടൊരു പ്രത്യേക ഇഷ്ടവും അച്ഛനോടൊരു പ്രത്യേക ഇഷ്ടവും എല്ലാ മക്കൾക്കും ഉണ്ടായേക്കും. അപ്പം അതിൽ ചില ആളുകൾ അച്ഛനെ റോൾ മോഡലാക്കി എടുക്കും, ചിലർ വേറെ ആൾക്കാരെ അങ്ങനെ എടുക്കും, അങ്ങനെ പലതരത്തിലുണ്ട്. ജോസൂട്ടിയുടെ കാര്യത്തിൽ ജോസൂട്ടിയുടെ അപ്പനാണ് എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ മക്കൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് എല്ലാവർക്കും ജോസൂട്ടിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ജിത്തുവിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജീവിതത്തോട് അടുത്ത ജീവിത ബന്ധങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പടങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഈ ജോസൂട്ടിയിലും ഉണ്ട്. കാരണം ലൈഫ് ഓഫ് ജോസൂട്ടി, ജോസൂട്ടിയുടെ ജീവിതത്തിലൂടെ വന്നു പോകുന്ന ഒരുപാട് ഘടകങ്ങൾ, കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് ഓഫ് ജോസൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ദിലീപൻ്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്ക് സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടീഡാണെന്ന് വെച്ചാൽ വളരെ ക്ലീൻ സിനിമയായിരിക്കും. കുടുംബത്തോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, എല്ലാവരോടൊപ്പം വളരെ ജോലിയായിട്ട് പോയിരുന്ന് 2 മണിക്കൂർ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അച്ഛനെ മക്കളെ കൂട്ടിയിട്ട് പോയിരുന്ന് ധൈര്യത്തോടെ ഇന്ന് സിനിമ കാണാം. ശരിയല്ലേ? അത് വലിയ സന്തോഷമുള്ളൊരു അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ സിനിമകൾ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെൻസർ ബോർഡ് പോലും അല്ല അത് വേണ്ടാന്ന് പറഞ്ഞ് ഉടനെ പറയുമ്പോൾ നമ്മൾ ആ സിനിമയിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ആ സിനിമയിലൊക്കെ അത് അങ്ങനത്തെ സിനിമയാണ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ സിനിമ കാണാൻ കുടുംബങ്ങളടക്കം വരുന്നതാണ്. അപ്പം നിങ്ങളുടെ സിനിമയിൽ ഇങ്ങനെയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചില സമയത്ത് ആർഗ്യുമെൻറ്റിലൊക്കെ നമ്മൾ ഇവരുടെ ഈ വർത്തമാനത്തിന് മുമ്പ് നമ്മൾ സ്നേഹം അങ്ങനെ കീഴടങ്ങിയിട്ടൊക്കെ പോന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പല ഡയറക്ടേഴ്സും. അപ്പം അത് കേൾക്കുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമകളങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. അല്ല, ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ വരുമ്പോൾ ഇതൊക്കെ ചില സിനിമകൾ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ 1-2 തവണയൊക്കെ നമ്മുടെ സിനിമകൾ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളായിട്ട് എന്തിനാണ് നിങ്ങൾ കാണുന്നതെന്നാണ് നമ്മുടെ ചോദ്യം.
നമ്മൾ പറയുന്നത് സ്ട്രൈറ്റ് ആണ്. നിങ്ങൾ എന്തിനു ഡബിൾ മീനിങ് കാണണം? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദിലീപേന്റെ സിനിമയിൽ ഇപ്പൊ അതുണ്ടെങ്കിൽ പോലും അതിനെ അങ്ങനെ ആരും അല്ല, അങ്ങനെയൊക്കെ നമ്മുടെ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ തെങ്കാശിപുരം എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ചിന്തിക്കാത്ത ഒന്നാണ് മായമോഹിനി. പക്ഷെ വേറെ ഡബിൾ മീനിങ്ങിലാണ് അതിന്റെ 1-2 സ്ഥലത്ത് അങ്ങനെ അർത്ഥങ്ങൾ വരികയുണ്ടായത്. അപ്പൊ അത് കാണുന്നവന്റെ കാഴ്ചപ്പാടുകളുടെ വിഷയമുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആണ് പറയണത്. അപ്പൊ എടുക്കണവന് ഏത് തരത്തിലെടുക്കാം. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ സ്ട്രെയിറ്റ് ആണ് നമ്മൾ. അത് ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് കുട്ടികളുടെ മുമ്പിൽ ഉള്ള കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഏതൊരു ആളെക്കാട്ടും കൂടുതൽ ദിലീപേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഇപ്പോൾ ഓരോ സിനിമകളും താങ്കളുടെ എടുത്ത് നോക്കണമെങ്കിൽ എന്നെക്കാട്ടും നന്നായിട്ട് ദിലീപേട്ടനെ അറിയാം. കുട്ടികൾ എന്ത് പറയാനും ദിലീപേട്ടൻ സിനിമകൾക്ക് ആദ്യം പിള്ളേരുണ്ടാവും. ഇപ്പം ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മിന്നിമയെന്ന് നമ്മുടെ മേരിക്കുണ്ട് ഒരു കുഞ്ഞാറ്റിലെ ഒരു ഓട്ടത്തിൻ്റെ ഒക്കെ ഒരു അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇത് ഒരു ഇച്ചിരി അങ്ങനെ ഒരു സിനിമ അല്ലെന്നറിയാം, എങ്കിൽ പോലും ഈ കുട്ടികളുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ചും താങ്കൾ ഇഷ്ടപ്പെടും. ബാക്കി എത്രയോ ആക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ഇവിടെ, പക്ഷെ താങ്കളോട് ഒരു ഇഷ്ടം കൂടുതൽ അവർക്കുണ്ട്. അത് വലിയ ദൈവാനുഗ്രഹം. കാരണം നമ്മൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സിനിമകളിൽ അങ്ങനെയുള്ള പ്രിഫറൻസും കാര്യങ്ങളും ഒക്കെയുണ്ട്. അത് നമുക്ക് നമ്മളേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ സന്തോഷം കാണുമ്പോഴല്ലേ. അപ്പം അതുകൊണ്ട് ആ പ്രാധാന്യം അവരുടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രാധാന്യം ഇപ്പം ഏതൊരു ഫിലിമിൻ്റെ ഒരു ഇൻട്രോ, ദിലീപ് എന്നുള്ള ഒരാളൊരു ഇൻട്രോ ആക്കണമെങ്കിൽ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവം ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ദിലീപേട്ടനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഡയറക്ടേഴ്സ് ഇല്ല, അത് കഥയിലൂടെ വന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതഗന്ധിയ സിനിമകൾ പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷ്വലുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. അതിനെ എങ്ങനെ ചിത്രീകരിക്കുന്നു, ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യണു എന്നുള്ളതാണ്. ഒരു സംവിധായകൻ എങ്ങനെ ഉൾക്കൊള്ളുന്നു, പുതുതായ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കാണാൻ തന്നെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്കുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ വിഷയങ്ങളുള്ളൂ. ഒന്നെങ്കിൽ മണ്ണിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പൊന്നിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പെണ്ണിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന പ്രണയം, മറ്റത് മറിച്ചൊക്കെ കുറച്ച് വികാരങ്ങളെ ബേസ് ചെയ്താണ് എല്ലാ സിനിമകളും നടക്കുന്നത്. അപ്പോൾ അത് മാറ്റി മറിച്ചൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു സംവിധായകൻ പുതുതായിട്ട് വരുമ്പോൾ ആളെ എങ്ങനെ അദ്ദേഹം അത് കൺസീവ് ചെയ്യണം എന്നുള്ളതാണ് വിഷയം. മലയാള സിനിമയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഇപ്പോൾ കാമുകൻ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ പല സിനിമകൾ ഇപ്പോൾ വരുന്ന ചില കഥാപാത്രങ്ങളുടെ അച്ഛനാരാണ് അമ്മ ആരാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല കംപ്ലയിൻസുകളും വരുന്നുണ്ട്. അതങ്ങനത്തെ സബ്ജക്റ്റുകളും കാര്യങ്ങളും വരുമ്പോൾ അപ്പോൾ നമ്മുടെ സിനിമകളിൽ ഒരു 90% 95% നമ്മുടെ സിനിമകൾ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ പോകുന്നതാണ്. ഏത് കഥാപാത്രത്തിനും അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ടാവാം, കൂട്ടുകാരുണ്ടാവാം. വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട്, സ്നേഹബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിലും ഈ പറഞ്ഞ ഈ സിനിമയിലും 2 അനിയത്തിമാരുണ്ട്. ഒന്ന് കൃഷ്ണപ്രഭ അല്ലേ, ഒന്ന് വേറൊരു കുട്ടി ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, ആ ഒരു ടീസർ നമുക്ക് കണ്ടപ്പോൾ തന്നെ ഈ ജോസൂട്ടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേരും അല്ലെ കൂട്ടുകാര് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ അതാണ് അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും ജോസൂട്ടിയുടെയും കഥയാണ് ഇതിലൂടെ പറയുന്നത്. ജോസൂട്ടിയുടെ ഒരു ചെറിയൊരു ത്രെഡ് നമുക്കൊന്ന് തരാമോ? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇയാളിത് എങ്ങനെയാണ് എന്ന്. ജോസൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ സരസനായ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ലൈഫിൽ അയാൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ ഒരു ലൈഫിലൊരു കാമുകിയാവാം. ചെറുപ്പത്തിൽ നമുക്ക് ആദ്യം ഒരു കുട്ടിയുടെ പ്രണയങ്ങൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത്, ചിലപ്പോൾ ആ കുട്ടി അല്ലായിരിക്കാം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരാൾ വരാം. ഭാര്യയെ സംബന്ധിച്ചും ഒരു പരിചയമില്ലാത്ത ഒരു ഭർത്താവ് എന്ന് പറയുന്നത്, അവരൊരുമിച്ചിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്തൊക്കെ ലൈഫിൽ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ തന്നെ. പക്ഷെ അതൊക്കെ ഒരു സരസമായ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ എല്ലാം ജീവിതം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വെറുതെ നിന്ന് കൊടുക്കുക എന്നുള്ള യാത്ര, ജീവിതത്തിന്റെ പോക്ക് എന്ന് പറയുന്ന മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് എത്താനുള്ള ഒരു യാത്ര മാത്രമാണ്. അതിനിടയിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവാം, നേട്ടങ്ങളുണ്ടാവാം, കോട്ടങ്ങൾ സംഭവിക്കാം, പിന്നെ സന്തോഷങ്ങളുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കാം. പക്ഷെ എവിടെ എത്തണം എന്നുള്ളത് മുൻകൂർ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ മണി ആഹാരത്തിൽ നമ്മുടെ പേരുണ്ട്
എന്നുള്ള സത്യസന്ധമാണ്. നമ്മൾ ഇന്നിപ്പോൾ ഓർക്കപ്പുറത്തായിരിക്കും നമ്മൾ ഇന്ന് ഞാൻ ഇവിടുന്ന് സദ്യ ഉണ്ണും അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് തീരുമാനിക്കുന്നത്, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഡൈവേർഷൻ വന്ന് നമ്മൾ വേറെ സ്ഥലത്തിരിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കണത് നമ്മൾ രാവിലെ വിചാരിച്ച സ്ഥലമായിരിക്കില്ലേ. നമ്മുടെ പേര് എഴുതിക്കണ അരിമണി ആഹാരം ഇരിക്കണം അവിടെയാണ്, നമ്മളവിടെ ചെന്നിരിക്കും. അത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സമയത്താണ് ചിലപ്പോൾ പോകണ വഴിക്ക് നമ്മൾ എന്നാൽ പിന്നെ അവിടെ കയറിയേക്കല്ലേ, നമ്മൾ ആ ചിന്തയിൽ പോലും ഉണ്ടാവില്ല. അത് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കും, നമ്മളവിടെ എത്തിയിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കും. കാരണം ഇതെല്ലാം നമ്മുടെ നിയന്ത്രണങ്ങളെല്ലാം വേറൊരാളുടെയിലാണ്. അങ്ങനെ വിശ്വസിക്കുന്നൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോസൂട്ടിയെ ദിലീപേട്ടൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? ഇപ്പം ഞാൻ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വളരെ ജെനുവിനായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു കഥ. പിന്നെ നമ്മൾ ജിത്തുവൊക്കെ ഇട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടീമും കാര്യങ്ങളും, പിന്നെ ഈ കട്ടപ്പനയിൽ ന്യൂസിലൻഡിൻ്റെ ജീവിതത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു ഭൂഗോളത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്നതാണ് കട്ടപ്പന ഉള്ള ഗ്രാമവും ന്യൂസിലൻഡിലെ ഒരു ഗ്രാമവും എന്ന് പറയുന്ന 2 വേർഷൻ. അതിലൂടെ ഒരു ഒറ്റക്കെങ്ങും അങ്ങനെ ഒരു യാത്ര പോലും ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ്റെ വേറൊരു ജീവിതത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യസന്ധമായ രീതി തന്നെയാണ് നമുക്ക് ഇതിലേക്ക് അടുപ്പിച്ചത്. ഇതിൽ ജിത്തു സാർ പ്രത്യേകിച്ച് പറയുന്ന ടീച്ചറിലൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, പക്ഷെ ഇത് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുമല്ല. അപ്പം നിങ്ങൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണും. അല്ല, സാധാരണ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പം ദിലീപ് ഏത് ലൈഫിലും ട്വിസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ വിചാരിക്കാത്ത ട്വിസ്റ്റുകളാണ് ഓരോ സമയത്തും എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ്, നല്ലതായാലും ചീത്തയായാലും എല്ലാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം നല്ലതിന് എന്നൊരു കോട്ടുണ്ട്. ഞാൻ അതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നേടിയാലും എല്ലാം നല്ലതിന്. കാരണം ഇത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും, കാരണം ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു സിനിമയുടെ ഒരു മെയിൻ നടന ഒരു ഹീറോ എന്നൊന്നും. അപ്പോൾ ഞാൻ അത്ഭുതങ്ങളുടെ ലോകത്താണ്. എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയത്, ഇങ്ങനെയൊക്കെ ആക്കിയത്, അതിനു വേണ്ടിയിട്ട് നിന്ന ഒരുപാട് ആളുകൾ, ദൈവാനുഗ്രഹം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാനോ അകത്ത് കയറാനോ പറ്റാത്തൊരു മതിൽക്കെട്ടിനുള്ളിലേക്കാണ് നമ്മൾ വന്ന് കയറിയത്. പുറത്തു നിന്ന് അതിനകത്തേക്ക് കയറണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ മനസ്സിൽ. പക്ഷേ അതിന് വലിയൊരു വാതിൽ തുറന്നിട്ടാണ് അകത്തേക്ക് വന്നത്. അപ്പോൾ അതൊക്കെ വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ ഒരു രാത്രി കൊണ്ട് കലാകാരനായ ഒരാളാണ്, ഒരു വരം കിട്ടിയ പോലെയൊക്കെ. സ്വപ്നത്തിൽ പോലും ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ മിമിക്രിയിലൊക്കെ അനുകരണവും ഒക്കെ ചെയ്തത്, എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മൾ സിൻസിയറായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിൽ ഒരു സിൻസിയാരിറ്റി എന്ന് പറയുന്നൊരു വിഷയമാണ് നമ്മൾ. അതിനകത്ത് രണ്ടാമതൊരു ചിന്തയില്ല, ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്നാലും അതിന് അവിടെ ഇവിടെയും തൊടാണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചോദിച്ചു, ഇതിലും ഈ സിനിമയിൽ നമുക്കപ്പോൾ പ്രതീക്ഷിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാം, ഏത് സിനിമ എന്തും പ്രതീക്ഷിക്കാം. തുറന്ന് ഞാൻ പറയില്ല. തുറന്ന് ഞാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ നിങ്ങളെ ഒരു സസ്പെൻസിൽ നിർത്തിയേക്കാണ്. അതെ, അത് നല്ലതല്ലേ? സസ്പെൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എന്ത് സസ്പെൻസാണ്. അതെ അതെ, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞാൻ ദിലീപേട്ടനെ കാണുന്ന അനിയൻ ബാവ ചേട്ടൻ ബാവ ആ ഫിലിമിൻ്റെ വിജയാഘോഷ ചടങ്ങ് നമ്മുടെ എറണാകുളത്ത് നടക്കാണ്. അന്ന് ദിലീപേട്ടനപ്പോൾ അവിടെ ഒന്ന് ജോയിൻ ചെയ്തായിരുന്നു. ആ ദിലീപേട്ടനും പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറക്കും തെളിയുക സിനിമ ഇതുപോലെ തന്നെ നമ്മുടെ കച്ചേരിപ്പടി ഭാഗത്തൊരു സോങ് സീക്വൻസ് എടുക്കുകയാണ്. ആ ഒരു സമയത്ത് ദിലീപേട്ടൻ, പിന്നെ ഇപ്പോൾ ഉള്ള ദിലീപേട്ടൻ. ഇതിൽ ഇരുത്തിക്കൊണ്ട് ചുമ്മാ ഇരുന്ന് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഈ ആൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ കണ്ട മാറ്റം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് മാനായി പല കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻട്രി ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും കാര്യം പണ്ടത്തെ അതേ അന്ന് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഷെയ്ക്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അനിയൻ ബാവ ചേട്ടൻ ആ സമയത്ത്.
ഇപ്പൊ ഈ പറഞ്ഞ സൗന്ദര്യത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ തന്നെ പൊക്കടിക്കണ്ട. അല്ല ഞാൻ പറഞ്ഞത് കണ്ണാടിയെ കാണുന്ന നല്ല തിരിച്ചറിവ് എന്നെ കുറിച്ച്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെയധികം ചൂസിയാണ്. അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് കുഴപ്പത്തിലാവും, ഞാനും കുഴപ്പത്തിലാവും. ഇതൊക്കെ നമുക്ക് ഒത്തുവരിക എന്ന് പറയുന്നതാണ്. ഒരുപാട് ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നല്ലത് വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നല്ല കഥാപാത്രങ്ങൾ വരണം. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവർ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ പലപ്പോഴും കാണുമ്പോൾ അവരെല്ലാം അത് തന്നെയാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് അതുപോലത്തെ സിനിമകളൊക്കെ ചിന്തിക്കുന്നില്ല. അത് അങ്ങനെ ഓരോ സിനിമകളാണ്. മുന്നിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണേന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡിഫറെൻ്റായിട്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന, കാരണം ഒരു സിനിമയിലേക്ക് കയറുമ്പോൾ, അങ്ങനെ ഒരു സിനിമയിൽ കയറുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുകയാണ്. പിന്നെ ഇയാളെങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളായിട്ട് അഭിനയിക്കുമ്പോൾ അതിനൊരു പുതുമയൊന്നുമില്ല. നമ്മൾ സിനിമ ചെയ്യണം. ചിലപ്പോൾ അതിൻ്റെ കാതലിന് ഒരു എന്ന് വെച്ചാൽ കാതലായ ഒരു സ്റ്റോറി അതിലുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് നമ്മൾ പോയേക്കാം. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അപ്പിയറൻസോ മറ്റുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ബലമൊക്കെ ചിലപ്പോൾ ഒരു കഥയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ പാസ് മാർക്കിൽ ജനം രക്ഷപ്പെടുത്തി വിടും. പിന്നെ അതുമല്ല ദിലീപേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു നടനായിട്ട് അല്ലെങ്കിൽ ഒരു നായകനായിട്ട് തന്നെ ആവാണ്ട് സൈഡ് റോൾസും തുടക്കത്തിലൊക്കെ സൈഡ് റോൾസും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരാണ്. ഇപ്പം മമ്മൂക്ക അങ്ങനെ വന്ന ആളാണ്, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഹീറോ ഇതിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ശരിക്കൊരു അടിത്തറ. കാരണം വെച്ചാൽ എല്ലാം കൊച്ചു വേഷങ്ങൾ ചെയ്തപ്പോൾ പണ്ട് ചമ്പക്കുളം തച്ചെന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനും ലാൽ ജോസും വിനീതിൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്നോട് ഇഷ്ടം കൂടാ എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചു വേഷം, സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഷോർട്ടാണ്. പിന്നെ പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ചുണ്ട്. പിന്നെ സുദിൻ എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ചുണ്ട്. പിന്നെ സൈനെന്നും. അപ്പം ഓരോ സിനിമകളിൽ ഇങ്ങനെ പിന്നെ 4 പേര് ഹീറോ എന്നൊരു സിനിമയായി, പിന്നെ അത് 3 ആയി, പിന്നെ 2 ആയി, പിന്നെ അത് 1 ആയി എന്നൊക്കെ പറയുന്ന ഒരു രീതികൾ. അങ്ങനെയാണ് നമ്മൾ ഹീറോ ആയത്. ഞാൻ പറഞ്ഞ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. ബേസിക് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും, ഞാൻ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും ഒരേപോലത്തെ ആൾക്കാരാണ്. നമ്മൾ ജോലിയിൽ മാത്രമാണ് നമ്മൾക്ക് വ്യത്യാസമുള്ളൂ. പക്ഷേ ഒരർത്ഥത്തിൽ വേറെ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാം കണക്റ്റഡുമാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സാധനം എല്ലാത്തിലും ഇതുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ഞാനൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തലകുത്തി വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല, എന്നെപ്പോലത്തെ ഒരു കലാകാരനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേറെ ആൾക്കാരുടെ തലയിൽ വന്ന കഥാപാത്രങ്ങളിലൂടെയാണ്. നമ്മളത് പെർഫോം ചെയ്ത് അത് ബലിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം അല്ലേന്നാണ് ഞാൻ. തീർച്ചയായിട്ടും. കാരണം നമുക്ക് നമ്മുടെ ഒരു ജഡ്ജ്മെന്റും വേണം നമ്മൾ ഈ ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് ഇഷ്ടാവോ, ഇത് കോക്രിയോ വക്രിയോ മറിച്ചോ അതൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. അത് സത്യസന്ധമാണ്. കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ മുമ്പിൽ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇത് പോകുന്നത് ഭയങ്കര മാസ് ആൾക്കാരുടെ ഇടയിലേക്കാണ്. ഞാൻ എപ്പോഴും ഈ മായാമോഹിനിയൊക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ താങ്കളുടെ ചങ്കുറ്റത്തെ സമ്മതിക്കുന്നു. കാരണം ഇതുപോലെ ഒന്ന് പാളിയ ആ ഒരു ക്യാരക്ടർ പോയി. തീർച്ചയായിട്ടും പാളിക്കഴിഞ്ഞാൽ നമുക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപാത്രം മാത്രമല്ലല്ലോ, കഥയ്ക്കും കൂടി എവിടെയെങ്കിലൊക്കെ ഒരു പാസ് മാർക്കെങ്കിലും കിട്ടാവുന്ന ഒരു എലിമെന്റ് അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇടയ്ക്കൊന്ന് ഈ പറഞ്ഞ ദിലീപ് ഒന്ന് ഇടയ്ക്കൊന്ന് കയറി വന്നാലും പോയി. അതെ അല്ലേ? അതല്ലേ ചാന്തുകുട്ടിയിലേക്ക് വളരെ സൂക്ഷ്മം വീക്ഷിച്ചിട്ടാണ് താങ്കൾ അത് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം ആൾക്കാരുടെ മുമ്പിൽ എത്തുക, അത് അവർ 2 കൈ നീട്ടി. എന്റെയൊക്കെ ലൈഫ് എപ്പോഴും റിസ്ക്കാണ്. കാരണം എല്ലാവരും ചോദിക്കും എന്തിനാ റിസ്ക് എടുക്കുക. പക്ഷെ റിസ്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. ത്രില്ല് മീൻസ് അത് കഴിഞ്ഞിട്ട് ജനം അതല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അത് സക്സസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലില്ലേ, അതാണ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അല്ലാണ്ട് മറ്റുള്ള വിഷയങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഈ ജനങ്ങൾ പറയുന്നതിൻ്റെ സന്തോഷത്തിന് നമുക്ക് അതിന് വാല്യൂ വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ട്, അതിന് അത്ര ഇത് വാങ്ങിക്കണോ അല്ലെ മറ്റോ മറിച്ചോ, അതൊന്നും ഇതുമായിട്ട് റിലേറ്റഡേ അല്ല. നമ്മളൊക്കെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പ്രൊഡ്യൂസറുടെ വിഷയങ്ങൾ അറിയാം. ഇതിനെ എല്ലാവരും നമ്മൾ ഈ മർമ്മം അറിയണ വൈദ്യൻ്റെ അവസ്ഥയാണ് എൻ്റെ. ഞാൻ എല്ലാത്തിലും പോയി തലവെച്ചതുകൊണ്ട് എല്ലാം നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിളായി മാറി. കാരണം നമുക്ക് നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ആരോടും കയറി പച്ചയ്ക്ക് നോ പറയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരുപാടുണ്ട്. ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ അവസ്ഥ അത് തന്നെ. കാരണം ഒരാളോടൊന്നും
മറ്റാള് സങ്കടപ്പെടരുതെന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളിൽ അത് പറയുമ്പോൾ ദിലീപേട്ടൻ്റെ കണ്ണ് കുറച്ച് നനഞ്ഞു പോകുന്നു. എന്നെ നനഞ്ഞിട്ടൊന്നുമില്ല, അല്ല ഒന്ന് നിറഞ്ഞു അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാത്ത ഒരാളാണ്. അല്ല എന്താന്ന് പറയൂ, കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റിനും നമുക്ക് ചുറ്റിനുള്ള കുറേ പേരുടെ കാര്യമാണ് താങ്കളിലൂടെ ഇപ്പൊ വന്നേന്ന് തോന്നുന്നു. ഇപ്പം പലർക്കും വേണ്ടി പല കാര്യങ്ങൾക്കും. അല്ലല്ല, ഞാൻ ജനറലാണ് സംസാരിച്ചത്. ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾ നമ്മൾ പതുക്കെ മാറ്റി വയ്ക്കും. കാരണം മറ്റുള്ളവരുടെ മനസ്സിലെ സന്തോഷം കാണുന്നതാണ് നമ്മുടെ സന്തോഷം. എനിക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? അതിൽ കാര്യമില്ലല്ലോ. താങ്കളുടെ എല്ലാ സിനിമകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല നല്ല പാട്ടുകൾ ഷുവറായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലും നല്ലൊരു, ഇപ്പോൾ ഓൾറെഡി മേലെ മേലെ എന്നുള്ളൊരു സോങ്, അതിപ്പം അല്ല ഈ സിനിമയിൽ ഇപ്പോൾ സാധാരണ പോലെ ഞാൻ ഈ പാട്ട് പാടി നടക്കുന്നൊരു മുഹൂർത്തങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഞാൻ പറഞ്ഞേ, ഇത് ഒരു പച്ചയായിട്ടുള്ള സിനിമയുടെ, ആ സിനിമയ്ക്ക് ഒരു സംവിധായകൻ്റെ സൃഷ്ടി എന്നുള്ളതിലൂടെ കഥ പറയുമ്പോൾ ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. പക്ഷെ ഇത് വലിയ സിനിമയാണ്, വലിയ സിനിമയാണ്. വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. നല്ല സിനിമയെ സ്നേഹിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർ എന്തുകൊണ്ട് ഈ സിനിമ സ്വീകരിക്കും എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിലീപേട്ടൻ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് 2 വാക്ക്. കേരളത്തിലെ നല്ലവരായ പ്രേക്ഷകരോട് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒന്ന് ഇത് തന്നെയാണ്. കാരണം ഈ സിനിമ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ ആളുകൾ ഇരുന്ന് ഒരു സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമയുടെ ഫൈനൽ ജഡ്ജസ് എന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ഇത് നിങ്ങളുടെ സിനിമയാണ്. നിങ്ങളാൽ വളർത്തപ്പെട്ട, നിങ്ങൾ വളർത്തുന്ന, ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ സ്വീകരിച്ചു എന്നറിയുമ്പോഴാണ്. ആ സന്തോഷം, ആ സ്നേഹം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി ദിലീപേട്ടൻ. താങ്ക് യു സോ മച്ച്.